ലൈവിലപ്പോ അർജുനും ജിൻഡോയും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ചാഞ്ചാട്ടൻ ടാസ്കിലപ്പോ നീ കുറച്ചുകൂടി ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓർത്തത് നീ ഒരു 8 കട്ടയൊക്കെ വയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ 6 എന്തായാലും വയ്ക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ചാടിക്കേറി പോവുകയും ചെയ്തു, അത് അബദ്ധമായി എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെയായിരുന്നു ഞാൻ പോയത്. അവിടെ ചെന്നിട്ട് പ്ലാനൊക്കെ ചെയ്തത്, പക്ഷെ അത് ശരിയായില്ല, ലക്ക് ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് പ്ലാനിങ് അവിടെ ചെന്നിട്ട് ചെയ്താൽ മതിയായിരുന്നു, എനിക്ക് തോന്നുന്നത് ഒട്ടും ലക്കില്ല എന്നുള്ളതാ. ഈ പ്രാവശ്യം എന്തോ ടാസ്കിലെല്ലാം നിന്റെ ഒരു ലക്കില്ല എന്നൊക്കെ ആയിട്ട് ജിൻഡോ പറയുകയാണ്. ശ്രീതു അവിടെ നിന്ന് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ ശ്രീതുവിനോട് ചോദിക്കുന്നുണ്ട് നീ ഇവനെ കണ്ണു വെച്ചിട്ടാണ് ഇവനൊന്നും കളിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശ്രീതുവിനും ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ശ്രീതു പറയാണ് ജിൻഡോ ചേട്ടൻ കണ്ണു വെച്ചിട്ടായിരിക്കും എനിക്കൊന്നും കളിക്കാൻ പറ്റാത്തതെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ജിൻഡോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിഷേകിന്റെ കാര്യമാണ്. അഭിഷേകിനെ അപ്പൊ ഭയങ്കര ലീഡിൽ പോയിക്കൊണ്ടിരിക്കാമല്ലോ, 10 പോയിന്റ് ഉണ്ട് ഇപ്പൊ. അപ്പൊ ജിൻഡോയ്ക്കൊക്കെ 3 പോയിന്റേ ഉള്ളൂ. അപ്പൊ പറയുന്നുണ്ട് എന്റെ വന്നോ ഇനി അടുത്ത 2 ടാസ്കിൽ ഫസ്റ്റ് അടിച്ച് പിന്നെ അവൻ കേറിയും വരാതിരിക്കണം, പക്ഷെ നമ്മൾ കയറുന്നതിന്റെ ഒപ്പം തന്നെ അവനും സെക്കൻഡും തേർഡൊക്കെ പിടിച്ച് കയറി വരില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അർജുനും പറയുന്നുണ്ട് അവൻ ഇനി അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലും മതിയല്ലോ എന്നൊക്കെ ഉള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ടാസ്കിന്റെ ഗതി മാറാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്.